നമസ്കാരം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻവർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയാം. 1. കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. 2. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന കായൽ. 3. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. 4. മൺറോ തുരുത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. ശരിയുത്തരം 1, 4. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? ശരിയുത്തരം 24 മണിക്കൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക പ്രേരണ ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ പെട്ടത് ഏത്? ശരിയുത്തരം ആത്മസംതൃപ്തി. തന്നിരിക്കുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ശരിയുത്തരം രാജ്യാന്തര വ്യാപാരം നിയന്ത്രിക്കുക. ശരിയുത്തരം 1, 2, 3 ശരി. ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏതാണ്? ശരിയുത്തരം ഒഡീഷ. ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥ ലക്ഷണമാണ്? ശരിയുത്തരം ഉത്കണ്ഠ. ശരിയുത്തരം 2, 4, 1, 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി? ശരിയുത്തരം 3 വർഷം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? 1. കറൻസി നോട്ടടിച്ചിറക്കുക. 2. ബാങ്കുകളുടെ ബാങ്ക്. 3. നികുതി നിരക്ക് നിശ്ചയിക്കുക. 4. ഗവൺമെന്റിന്റെ ബാങ്ക്. ശരിയുത്തരം 3 മാത്രം. മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ഫ്രോയിഡ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത്? ശരിയുത്തരം ആനി ബസന്റ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ശരിയുത്തരം PC ഗോപാലൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ശരിയുത്തരം വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥ ലക്ഷണമാണ്? ശരിയുത്തരം ഉത്കണ്ഠ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമവിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുകയോ ഏതെങ്കിലും തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ? ശരിയുത്തരം 25,000. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപവേദാർത്ഥം ആരുടെ രചനയാണ്? ശരിയുത്തരം ഫാദർ ക്ലെമന്റ് പിയാനിയസ്.
ശരിയുത്തരം 1, 3. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആരാണ് അവതരിപ്പിച്ചത്? ശരിയുത്തരം ഗാർഡ്നർ. നിതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ്? ശരിയുത്തരം 2015. കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ശരിയുത്തരം ചുണ്ടേൽ. ശരിയുത്തരം 1, 3 മാത്രം. RBI ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? ശരിയുത്തരം 1949 ജനുവരി 1. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല? ശരിയുത്തരം 1 വർഷം. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നുവെന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ശരിയുത്തരം ബന്ധുര. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ശരിയുത്തരം വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ശരിയുത്തരം 1951. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ശരിയുത്തരം പർവ്വതക്കാറ്റ്. ശരിയുത്തരം 1, 4 എന്നിവ. ശരിയുത്തരം 1, 3 എന്നിവ. ശരിയുത്തരം 2, 4. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ശരിയുത്തരം ഈസ്റ്റിംഗ്സ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി? ശരിയുത്തരം 3 വർഷം. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ശരിയുത്തരം താപ്തി. ശരിയുത്തരം 2. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ശരിയുത്തരം നാങ്കിങ് ഉടമ്പടി. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ശരിയുത്തരം മാൻഡിൽ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ശരിയുത്തരം ഇവയൊന്നുമല്ല. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാട്ടിന്റെ രചന താഴെ പറയുന്നവയിൽ ഏതാണ്?
ശരിയുത്തരം ഒരു ദേശത്തിന്റെ കഥ. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ശരിയുത്തരം കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സൺയാത് സെന്നിന്റെ തത്വങ്ങൾ ഏവ? 1 ദേശീയത, 2 ജനാധിപത്യം, 3 സോഷ്യലിസം, 4 സ്വാതന്ത്ര്യം. ശരിയുത്തരം 1, 2, 3. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ശരിയുത്തരം സ്റ്റെപ്പിസ്. ശരിയുത്തരം 1, 2, 4. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം ഏതാണ്? ശരിയുത്തരം 1955-ലെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ? 1 അർദ്ധ ഫെഡറൽ സമ്പ്രദായം, 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം, 3 നിയമനിർമ്മാണ പ്രക്രിയ. ശരിയുത്തരം 2, 3. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്രയാണ്? ശരിയുത്തരം 6 വയസ്സ്. ശരിയുത്തരം 1, 3, 4. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ശരിയുത്തരം തവനൂർ. സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമെന്ന്? ശരിയുത്തരം ഡിസംബർ 10. മുതലാളിത്ത സമ്പദ്യ വ്യവസ്ഥ സംബന്ധിച്ച പ്രസ്താവനകൾ വിലയിരുത്തുക. 1 ഇത്തരം സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നോ അതിലധികമോ വ്യാവസായിക സംരംഭകർ ഉണ്ടായിരിക്കും. 2 മൂലധനം, ഭൂമി, തൊഴിൽ എന്നിവയാണ് ഇതിലെ ഉൽപാദന ഘടകങ്ങൾ. 3 ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള ചെലവ് നിക്ഷേപ ചെലവിന് ഉദാഹരണമാണ്. ശരിയുത്തരം എല്ലാം ശരി. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ശരിയുത്തരം കഥകളി. ശരിയുത്തരം 2, 3. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് എന്താണ്? ശരിയുത്തരം ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്? ശരിയുത്തരം ഫീസ് ഒടുക്കേണ്ടതില്ല. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.